നമ്മുടെ രാജ്യത്തിന് വിദേശ നാണയം നേടിക്കൊടുക്കാൻ പറ്റുന്നൊരു വിള നമ്മൾ നടത്തുന്നുണ്ടെങ്കിൽ എൻ്റെ കൈവശമുള്ളത് അത് കുരുമുളകാണെന്നേ ഞാൻ പറയും. കാരണം വിദേശത്തേക്ക് കയറ്റി അയക്കാൻ പറ്റുന്നൊരു വിള നമ്മളെ കയ്യിലുള്ളത് ഈ കുരുമുളക് തന്നെയുള്ളൂ. വിദേശത്തേക്ക് വേണ്ട വിധം കയറ്റി അയക്കാൻ പറ്റുന്നൊരു വിള തന്നെയാണ് കുരുമുളക്. അപ്പോൾ ആ ഒരു ഇനം മാത്രമേ ഇപ്പോൾ നമ്മളെ കയ്യിലുള്ളൂ. അനേകം വിളകൾ വിദേശത്തേക്ക് കയറ്റി അയക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ കൂടുതലായിട്ട് നമ്മളെ കയ്യിലുള്ളത് ഈ കുരുമുളക് മാത്രമേ ഉള്ളൂ. നമ്മളെ കയ്യിലുള്ളതാണ് നമ്മൾ പറയുന്നത് കേട്ടോ. വിദേശികൾക്ക് പ്രിയം തോന്നുന്നൊരു വിളയാണ് കുരുമുളക്. അത് വിദേശത്തേക്ക് വേണ്ട വിധം കയറ്റി അയക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വിദേശ നാണയം നേടിക്കൊടുക്കാൻ പറ്റുന്നൊരു വിള എന്ന് പറഞ്ഞാൽ നമ്മൾ കൃഷി ചെയ്യുന്നത് കുരുമുളകാണ്. മറ്റു അനേകം വിളകളുണ്ട്, അതൊന്നും ഇപ്പോൾ നമ്മളെ കയ്യിലില്ല. അപ്പോൾ നമ്മളെ കയ്യിലുള്ളതാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ ഇന്ന് ജൂൺ 19, കഴിഞ്ഞ വർഷമൊക്കെ ജൂൺ 19 കുരുമുളക് നിറയെ തിരിയുമായിട്ടായിരുന്നു നമ്മളൊക്കെ വീഡിയോയിൽ കണ്ടത്. കഴിഞ്ഞ വീഡിയോയിലൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്താൽ എനിക്ക് കാണാൻ കഴിയും. നമ്മളെ തോട്ടത്തിൽ ജൂൺ 19, 20 അങ്ങനെയുള്ള ഡേറ്റുകളൊക്കെ കുരുമുളക് കാലിൽ നിറയെ തിരിയോട് കൂടിയാണ് നമ്മൾ കണ്ടത്. എന്നാൽ ഇപ്രാവശ്യം ജൂൺ 19 കഴിഞ്ഞ് 20 ആയി, നമ്മളെ കുരുമുളകിന് യാതൊരു ലക്ഷണവും കാണാനില്ല. എന്താ ഇപ്രാവശ്യം പറ്റിയെന്നറിയില്ല. നമ്മളെല്ലാ പ്രാവശ്യം ചെയ്യുന്ന പോലെ തന്നെ ഇപ്രാവശ്യം ചെയ്തിട്ടുള്ളൂ. പ്രത്യേകമായിട്ടൊന്നും നമ്മൾ ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ കാലവർഷത്തിൽ വന്ന ചില മാറ്റങ്ങൾ തന്നെയാണ് എന്ന് തന്നെയാണ് കരുതുന്നത്. എല്ലായിടത്തും ഇതുപോലെ തന്നെയാണ് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മളിപ്പോൾ വ്യാപകമായിട്ട് കുരുമുളകിൻ്റെ ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കവുങ്ങായ കവുങ്ങിലും മരമായ മരത്തിലും പൈപ്പിലും എല്ലാം നമ്മൾ കുരുമുളകിനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കും. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വേണ്ട വിധം കുരുമുളകൊക്കെ നമുക്ക് കിട്ടി. എന്നാൽ ഇപ്രാവശ്യം സ്ഥിതി എന്താണെന്ന് പറഞ്ഞാൽ കഴിയുന്നില്ല. ചില കാലിലൊക്കെ 2 തിരി 3 തിരിയൊക്കെയാണ് ഒരു കാലിൽ കാണുന്നത്. എന്നാൽ കഴിഞ്ഞ പ്രാവശ്യം ഈ ടൈമൊക്കെ നിറതിരിയോടെ നിൽക്കുന്ന സമയമായിരുന്നു. അപ്പോൾ അതൊന്ന് വീഡിയോയിൽ പറയാനും കാണിക്കാനൊക്കെയാണ് ഇന്ന് വീഡിയോയിൽ വന്നിട്ടുള്ളത്. ഇവിടെ തിരിയിട്ട് വരുന്നുണ്ട്, പക്ഷെ അത് എന്തോ കാലാവസ്ഥൻ്റെ പ്രശ്നങ്ങളായിരിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾ കുരുമുളകിൻ്റെ പരമായിട്ടുള്ള വീഡിയോകളൊക്കെ ചെയ്യുമ്പോൾ ഒരു ചടപ്പ് പോലെയൊക്കെ തോന്നുന്നുണ്ട്. എന്നാലൊരു അപ്രിയം കാണിക്കേണ്ട ഒന്നല്ല നമ്മൾ കുരുമുളക്. അപ്പോൾ പറഞ്ഞു വരുന്നത്, കുരുമുളക് കൃഷിയോടൊക്കെ ഒരു താല്പര്യമൊക്കെ കാണിക്കുക, വേണ്ട വിധം നമ്മളെ വീട്ടിലൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ കുരുമുളക് കൃഷിയെക്കുറിച്ച് ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ ഇന്നും വിളിച്ചിരുന്ന കുരുമുളകിൻ്റെ കുറ്റി കുരുമുളകിൻ്റെ തൈകൾ വേണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നാളെ മറ്റന്നാളായിട്ട് വരാമെന്നും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അവിടെയുള്ള തൈകളൊക്കെ ഇപ്പോൾ നമ്മൾ അദ്ദേഹത്തിന് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഓരോന്നായിട്ട് ഉണ്ടാക്കി തുടങ്ങണം. നമ്മുടെ ജോലിയുടെ ഭാഗമാവും, കൈയിൻ്റെ വ്യായാമമാവും. അല്ലാതെ ഇപ്പോൾ വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ തിരികളൊക്കെ നിറഞ്ഞുണ്ടായിരുന്നു. പ്രാവശ്യം ആവുന്നുള്ളൂ എന്നാണ് തോന്നുന്നത്. ഇവിടെയൊക്കെ തിരി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചിലപ്പം സമയമാവുന്നുള്ളൂ. ഇതൊക്കെ ആദ്യത്തെ ആ വേനലത്തെ മഴക്കുള്ള തിരിയായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവരും നമ്മളെ വീഡിയോ ഒക്കെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും നന്ദി, നമസ്കാരം.